Hello, friends. This is Shri. Welcome to Life Unfolded by Shri. എല്ലാവരും വ്ളോഗ് ചെയ്യുന്നത് കണ്ടിട്ട് വ്ളോഗ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് മോൾ ഓഫ് ഖത്തറിലോട്ട് പോവുകയാണ്. ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ ഗേൾസ് മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോകുന്നത്. ഞാനും അഞ്ജുവും നൈനുവും. പക്ഷേ ഗേൾസ് മാത്രമെന്ന് പറയാൻ പറ്റില്ല, വസുവും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ് ഖത്തറിൽ വന്നതിന് ശേഷം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ ട്രിപ്പ്. അപ്പം ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. അങ്ങനെ ഊബറിൽ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക്, നമ്മളുടെ തൊട്ടടുത്തുള്ളത് എഡ്യൂക്കേഷൻ സിറ്റി മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഊബറിൽ പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നല്ല വെതറാണ്, നല്ല പ്ലസൻറ്റ് വെതറാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അത്യാവശ്യം സെറ്റാണ്, എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. തണുപ്പ് കൂടുതലാണെങ്കിൽ സ്വെറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മോൾ ഓഫ് ഖത്തറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സിറ്റി മെട്രോയിൽ വന്നിരിക്കുകയാണ്. സോ ഈ ലൈനാണ്, ഗ്രീൻ ലൈനാണ്. അപ്പോൾ നമ്മൾ മോൾ ഓഫ് ഖത്തറിലോട്ടുള്ള ട്രെയിൻ ഇവിടെയാണ് വരുന്നത്. സോ വി ആർ വെയിറ്റിംഗ്. സോ ഇവിടെ ഡോറുണ്ട്. സോ വെൻ ഇറ്റ് ഗെറ്റ്സ് ഓപ്പൺ we can just get inside. And the most exciting thing about this trip is this is Vasu's first metro trip. അതാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിഷയം. പക്ഷേ വസു അലമ്പാണ് വന്നിട്ടുണ്ട്. സോ ട്രെയിൻ ഹാസ് arrived. So it's time to open. Yes, it is. So we are just getting inside. So many people are coming out and we are just getting inside, and it's not at all crowded. It's free. It's free. So clear. We thought Vasu would be very much excited, but വസു അമ്പന്നുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. വസു ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് വെരി മച്ച് ക്രൗഡഡ് and we started exploring. Nainu is sitting here and guys, this is my first vlog. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്കതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. നമ്മൾ വ്ളോഗ്സൊക്കെ കണ്ടിട്ടുള്ള ശീലമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ദിസ് ഇസ് മെട്രോയിലൂടെയുള്ള വ്യൂ ആണ്. നമ്മൾ മോൾ ഓഫ് ഖത്തറിൽ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. മോൾ ഓഫ് ഖത്തറിൻ്റെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ പുറകിൽ കാണുന്നതാണ് മോൾ ഓഫ് ഖത്തർ. നമ്മൾ എസ്കലേറ്ററിൽ കയറിയില്ല, മോളുടെ സ്ട്രോളർ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. സോ നമ്മൾ ലിഫ്റ്റിൻ്റെ മുമ്പ്. സോ വിൽ ജസ്റ്റ് ഗോ ഡൗൺ നൗ. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നു. മോൾ ഓഫ് ഖത്തറിലോട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ തന്നെയാണ്. ഇപ്പം നമ്മളൊരു കണക്റ്റിംഗ് ബ്രിഡ്ജ് പോലൊരു പ്ലേസ് ഉണ്ട്. അതായത് മെട്രോ സ്റ്റേഷനിൽ നിന്നും മെട്രോ സ്റ്റേഷൻ ടു മോൾ ഓഫ് ഖത്തർ, അങ്ങനെ ഒരു കണക്റ്റിംഗ് സ്പേസാണിത്. നല്ല രസമായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. ആൻഡ് നോ വി ആർ എൻറ്ററിങ് ടു മോൾ ഓഫ് ഖത്തർ. ഇതാണ് മോൾ ഓഫ് ഖത്തറിൻ്റെ ഒരു ഗേറ്റ് വേ എന്ന് പറയാം, ഫ്രം മെട്രോ സ്റ്റേഷൻ. സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. മെട്രോ മോൾ ഓഫ് ഖത്തർ, വെൽക്കം ടു മോൾ ഓഫ് ഖത്തർ, യു ക്യാൻ സീ ദാറ്റ്. ആൻഡ് ഫ്രം ദെയർ വി വെയർ ആക്ച്വലി ലൈക്ക് ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. വസു കുറച്ച് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അവനെ ഒന്ന് കംഫർട്ടബിൾ ആക്കണം. അപ്പോൾ അതിനെന്താ വഴി എന്നുള്ളതായിരുന്നു ചിന്ത. നമ്മൾ മോൾ ഓഫ് ഖത്തറിലെത്തി. We have seen Nainu found out this mother's room here, so we are just they have already moved, but I'm just showing you this. അപ്പോൾ നമ്മൾ മദേഴ്സ് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. See how beautifully they have decorated mother's room. In either sides they have kept beautiful flags, and I think this is the room. See, mother and infant room, but actually inside Nainu is also there. Let me show you that. It's
very beautiful place. Of all the gifts that life has to offer, loving mother is she the greatest of them all. It's a beautiful quote, right? See, and you have a play area over here for the children, and a beautiful living space with the washroom attached, napkin changing portion and all. It's very beautiful. It's very beautiful. See, I don't know, നമ്മളുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഇനി എന്നായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു പ്രൊവിഷനൊക്കെ ഉണ്ടാവുക. നമ്മൾ നാട്ടിലൊരു മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ തന്നെ ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൽട്ട്. ബട്ട് ഇവിടെ നോക്കി എന്ത് രസമായിട്ടാണെന്ന്. ഒരമ്മയ്ക്കും കുഞ്ഞിനും വളരെ കംഫർട്ടബിളായിട്ടിരുന്ന് ഫീഡ് ചെയ്യത്തക്ക രീതിയിലൊക്കെയുള്ള പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കുഞ്ഞാപ്പിനെ ഫീഡ് ചെയ്യുമായിരിക്കും എന്ന്, പക്ഷേ ഇവിടെ കുഞ്ഞാപ്പി സ്ലൈഡിലൊക്കെ കയറി എൻജോയ് ചെയ്യണം കേട്ടോ. നമ്മൾ മദേഴ്സ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ മോളിലിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. മദേഴ്സ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വസു ഒന്ന് ഉറങ്ങിയായിരുന്നു. പക്ഷെ നമ്മൾ സ്ട്രോളറിലൊക്കെ കിടത്തിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വസു പിന്നെയും ഉണർന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെ, ഹീസ് ഓക്കെ നാവും, വഴക്കൊന്നുമില്ല. സോ ഞങ്ങൾ മോൾ ഓഫ് ഖത്തർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സി, ഷീസ് ആസ്കിങ് മീ ടു ടേക്ക് എ ഫോട്ടോഗ്രാഫ് ലൈക്ക് കുഞ്ഞാപ്പിയുടെ. നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പം നല്ല രസമുണ്ട് കേട്ടോ. റോയ കഫേ എന്ന് പറഞ്ഞിട്ട് എന്ത് രസമായിട്ടാണ് അവരത്, നല്ല രസമായിട്ടാണ് അവരതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഡെക്കറേഷനും ഒക്കെ ചെയ്തിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. അവരുടെ ക്യുസീൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. നല്ല പെർഫ്യൂം ഷോപ്സ് കാണാം, നല്ല മണം. ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് ബിസി ആയിപ്പോയി, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യമായിട്ട് വ്ളോഗ് ചെയ്തതുകൊണ്ട് എന്തൊക്കെ പോർഷൻസ് എവിടെയൊക്കെ കിട്ടണം അങ്ങനെ. ആക്ച്വൽ റീസൺ ബിഹൈൻഡ് മിസ്സിങ് ദ വ്ളോഗ് ഇസ് കുഞ്ഞാപ്പി വസുവാണ് കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്ളോഗൊക്കെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാരണം ഇത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നുള്ള ഉറപ്പിലാണ് നൈനും അഞ്ചും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്രാവശ്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്, ഈ വ്ളോഗ് ഇത് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഗൈസ്, ഞങ്ങൾ കുറച്ച് ബിസി ആയിപ്പോയി ഷോപ്പിംഗ്. പിന്നെ ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ വന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് വസു അപ്പോഴത്തേക്ക് ഉറക്കമായി. പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെയൊക്കെ ഹോൾഡ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. കുഞ്ഞ് എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിയത്. അപ്പം നമ്മൾ കൈ മാറിക്കഴിഞ്ഞാൽ എഴുന്നേറ്റാലോ എന്ന് പേടിച്ചിട്ട് കൈ മാറിയതുമില്ല, കയ്യിൽ തന്നെ വെച്ചോണ്ടിരുന്നു. അത് കാരണമാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് സ്ട്രോളറിൽ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ്. കുഞ്ഞാപ്പി ആൻഡ് നമ്മളങ്ങനെ പോവുകയാണ്. തിരിച്ചിനി മെട്രോ സ്റ്റേഷനിലോട്ട് പോകണം. ദെൻ ഫ്രം ദെയർ വി ഹാവ് ടു ടേക്ക് എൻ ഊബർ ആൻഡ് ഗോ ബാക്ക് ഹോം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കട്ടെ കേട്ടോ. ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ലൈക്ക് ഇറ്റ്സ് എ ഹ്യൂജ് യാ. അതെ, ഇത് നമ്മളുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ഫിഫയുടെ ടൈമിൽ നമ്മളിവിടെ വന്നിട്ട് എസ്പെഷ്യലി ആ സെമി ഫൈനൽ മാച്ചൊക്കെ മെസ്സിയുടെ ഗോളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് കണ്ടത്. അപ്പോഴൊക്കെ ഇവിടെ ഭയങ്കര ഫുള്ളായിരുന്നു, ഒട്ടും സ്പേസ് ഇല്ലായിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് അതൊരു ഭയങ്കര വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. സോ വസു, സേ ഹായ്. അങ്ങനെ ഞങ്ങളുടെ
ടുവേർഡ്സ് ദി എൻഡ് ആയിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് മെട്രോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ സെയിം കണക്റ്റിംഗ് ബ്രിഡ്ജ് ഉണ്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്തതും ഒക്കെ പ്രോബ്ലംസ് ഉണ്ട്. എനിക്കറിയാം, ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ പെർഫെക്റ്റ്. എന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഗുഡ്, ഞാൻ അടുത്ത വ്ലോഗ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ബെറ്റർ ഫോർ ഷുവർ. അങ്ങനെ ഞങ്ങളങ്ങനെ തിരിച്ച് മെട്രോയിൽ കയറി. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ ദിസ് ഇസ് ശ്രീ സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.